ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രയും ബഹുമാനപ്പെട്ട ദിനേശ് അച്ഛൻ, മത്തായിച്ചൻ, ഈപ്പനച്ചൻ, അഗസ്റ്റിൻ അച്ഛൻ, ഇവിടെ തമിഴ് CSI പള്ളിയുടെ വികാരിയായിരിക്കുന്ന അച്ഛൻ, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാനിവിടെ ഇരുന്നപ്പോൾ ഒരു 18 വർഷം പുറകോട്ടൊന്ന് പോയി. കാരണം ഞാൻ സെമിനാരിലൊക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ഒരു ആത്മീയ ഗുരുവായ ഒരു വൈദികരോടൊപ്പം ഞാൻ ആദ്യമായിട്ട് പാമ്പാടിക്കടുത്ത്, കോട്ടയം പാമ്പാടിക്കടുത്ത് കോത്തല എന്ന പള്ളിയിൽ, CSI പള്ളിയിൽ അച്ഛൻ മെസ്സേജ് പറഞ്ഞപ്പോൾ ഞാൻ കൂടെ പോയിട്ട് അന്ന് ആദ്യമായിട്ടാണ് ഈ പ്രൊസഷന് ഞാൻ പങ്കെടുക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ആദ്യം വന്നപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞത്, പ്രൊസഷൻ ഉണ്ട്, നമുക്ക് അതിൽ ഏറ്റവും പുറകിൽ പോകാൻ. പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഒരു 18 വർഷം പിന്നിലേക്ക് പോയി. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് ഓരോ കാര്യങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ 2024 ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ 2ാം തവണയാണ് നിങ്ങളുമായി വചനം പങ്കുവെക്കുവാനായിട്ട് ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് വന്നത്. ഇന്ന് 2024 അവസാനത്തെ ക്രിസ്മസ്, അവസാനത്തെ ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നിങ്ങളുമായി അല്പസമയം ചെറിയ ഒരു ചിന്തകൾ മാത്രം പങ്കുവെച്ച് എന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുവാനായിട്ട് ആഗ്രഹിക്കും. ഒരു ചെറിയൊരു കഥ നിങ്ങളെ ഓർമ്മിപ്പിക്കണം. ജെറോം, നിങ്ങൾക്കറിയാം, വിശുദ്ധനായ ജെറോമിനെ കുറിച്ച് അറിയാം. ബൈബിള് കമന്ററി എഴുതി, ആദ്യമായിട്ട് കമന്ററി എഴുതിയ വ്യക്തിയാണ് വിശുദ്ധ ജെറോം. ജെറോം ഇങ്ങനെ കമന്ററി എഴുതുവാനായിട്ട് അദ്ദേഹം ജെറുസലേമിലേക്ക് കടന്നിരുന്നു. ജെറുസലേമിലാണ് അദ്ദേഹം തന്റെ ഭൂരിഭാഗം സമയവും ചെലവഴിച്ചത്. അങ്ങനെ അവിടെ നിന്ന് താമസിച്ചുകൊണ്ട് അദ്ദേഹം ബൈബിൾ കമന്ററി എഴുതുകയാണ്. അദ്ദേഹത്തിന്റെ ബൈബിൾ കമന്ററി എഴുതിയെല്ലാം അവസാന പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം ഒരു വൈകുന്നേരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മയങ്ങാനായിട്ടിരിക്കുമ്പോൾ, അല്പം ചെരിഞ്ഞു കിടന്ന് അല്ലെങ്കിൽ ഉറങ്ങുന്ന ഒരു മയക്കത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തില് യേശു ക്രിസ്തു അല്ലെങ്കിൽ കുഞ്ഞി യേശു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, എന്റെ ജന്മദിനത്തിന് നീ എന്ത് സമ്മാനമാണ് എനിക്ക് തരിക? നമുക്കറിയാം, ഇപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിലും നാട്ടിലൊക്കെ ആണെങ്കിലും ഈ ക്രിസ്മസ് ഫണ്ടിന് സമ്മാനങ്ങൾ കൊടുക്കും. അങ്ങനെ ജെറോമിനോട് ഉണ്ണി യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീ എനിക്ക് എന്റെ ജന്മദിനത്തിന് എന്ത് ഗിഫ്റ്റാണ് നൽകുക? അദ്ദേഹം പറഞ്ഞു, എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരാം. അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന വിലവെടുപ്പുള്ളതെല്ലാം ഉണ്ണിയേശുവിന് സമ്മാനമായി നൽകാമെന്ന് പറയുമ്പോ യേശു പറയുന്നൊരു വാക്ക്, എനിക്കിത് വേണ്ട, നീ മറ്റെന്തെങ്കിലും താ. പ്രിയപ്പെട്ടവരെ, ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോഴും യേശു പറയുന്നുണ്ട്, നീ വേറെ താ. അദ്ദേഹം അവസാന സങ്കടത്തോട് പറയുന്നുണ്ട്, വർഷങ്ങൾ കൊണ്ട് ഞാൻ എഴുതിയെടുത്തിയ ഈ കമന്ററി നിനക്ക് സമ്മാനമായിട്ട് ഞാൻ തരാം. അദ്ദേഹം പറഞ്ഞു, യേശു പറയുന്ന വാക്കാണ്, എനിക്ക് ഇത് വേണ്ട, മറ്റെന്തെങ്കിലും തരാം. അവസാനം പറഞ്ഞു, എന്റെ ജീവിതം മുഴുവനും ഇതാ ഞാൻ നിനക്ക് തരാം. അപ്പോഴും ജെറോമിനോട് യേശു പറഞ്ഞു, അത് പോരാ, എനിക്ക് മറ്റെന്തെങ്കിലും താ. ഉടനെ സങ്കടത്തോടുകൂടെ, എനിക്ക് എന്താണ് തരാനുള്ളത് എന്ന് ജെറോം തിരിച്ചു ചോദിക്കുമ്പോ ഉണ്ണിയേശു പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ പാപങ്ങൾ എനിക്ക് തരിക, നിന്റെ പാപങ്ങൾ എനിക്ക് തരിക. പ്രിയപ്പെട്ടവരെ, 2024 ക്രിസ്മസിന് നമ്മള് ബലിയർപ്പിക്കാൻ വരുമ്പോ നമുക്ക് കർത്താവിന് കൊടുക്കേണ്ടത് കേക്കോ അല്ലെങ്കിൽ മറ്റു പലതൊന്നുമല്ല. എന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കുക. എന്നിട്ട് കർത്താവ് നമ്മൾ നോക്കി നിൽക്കുന്നിട്ട് പറയും, എന്റെ പ്രിയപ്പെട്ടവരാണ്, വിശുദ്ധരായ മക്കളാണ് ഇത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ എന്റെ ഇടവകയിൽ പറഞ്ഞതാണ്, ഏറ്റവും ആഗ്രഹം ക്രിസ്മസിന് ഒരുങ്ങുന്നത് ഒരു നല്ലൊരു കുമ്പസാരം ഒരുങ്ങിയ ഒരു ഇടവകയാണ് എന്റെ സ്വപ്നം. പലപ്പോഴും ചെറിയ ഇടവകളിലൊക്കെ ചെല്ലുമ്പോ എന്റെ ആഗ്രഹം ഓരോ ആഴ്ചയിലും പറയും, നിങ്ങൾ കുമ്പസാരിക്കണം. ഞാൻ എന്റെ സമയം നിങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. എങ്കിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കുർബാനയ്ക്കായി, ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ച് ദൈവസന്നിധിയിൽ മാപ്പിരുന്ന്, കർത്താവെ, എന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ
ഇതാ ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു, എന്നെ ഒരു വിശുദ്ധിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളെ ഒരു സമ്മാനമായിട്ട് കൊടുക്കാം. ഒരു പുതിയ നല്ലൊരു ഹൃദയത്തിന്റെ ഉടമകളായി നമുക്ക് മാറാം. പ്രിയപ്പെട്ടവരെ, ഇമ്മാനുവേൽ ലെവിനാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ഒരു മികച്ച കോട്ടിംഗ് ആണ് പ്ലീഡിംഗ് ഫേസ് ഓഫ് അതേഴ്സ്. അപരന്റെ മുമ്പിൽ ആവശ്യങ്ങളുമായി അപരന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു സാധു മനുഷ്യന്റെ മുഖം, ഒരു യാചന നിറഞ്ഞ മുഖത്തോടുകൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുന്ന ഒരു ചിത്രം നമ്മളിവിടെ കാണുന്നു. കന്യകമറിയാമും യോസഫും തന്റെ ഏകജാതനെ പ്രസവിക്കുവാൻ സമയമായപ്പോൾ ബേത്ലഹേമിലേക്ക് വരുന്ന സമയത്ത് അനേകം സത്രങ്ങളുടെ മുമ്പിൽ കൈനീട്ടി നിന്നിട്ടുണ്ടെന്ന് വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി. നമ്മുടെ മുമ്പിലും ഇതുപോലെ അനേകം ആളുകൾ കടന്നു വരാം. നമ്മൾ അവരിലൊക്കെ നിന്ന് ക്രിസ്തുവിനെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കോട്ടയത്ത് മെഡിക്കൽ കോളേജിനടുത്ത് ഒരു തോമസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്. നവജീവൻ ട്രസ്റ്റിന്റെ ഉടമയാണ് അദ്ദേഹം താൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്റെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തിയിലും ക്രിസ്തുവിനെ കണ്ടതാണ്. മദർ തെരേസയെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തന്റെ മുമ്പിൽ നിൽക്കുന്ന കുഷ്ഠരോഗികളിൽ ക്രിസ്തുവിന്റെ മുഖം കണ്ടവരാണ് മദർ തെരേസ. പിന്നീട് വിശുദ്ധയായി മാറി. നമ്മളും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഓരോ വ്യക്തിയിലും ക്രിസ്തുവിന്റെ മുഖം ഒന്ന് കാണാനായിട്ട്, അപരന്റെ മുഖത്ത് ക്രിസ്തുവിന്റെ ആ തേജസ് ഒന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ഒരു ക്രിസ്മസ് കാലഘട്ടം മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കണ്ട് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരട്ടെ. രവീന്ദ്രനാഥ ടാഗോർ നമുക്കറിയാം, ദേശീയഗാനം രചിച്ച ആളാണ് അല്ലേ? ഞാൻ ഈ അച്ഛന്മാരെ നിൽക്കുന്നോടെ ചോദ്യം ചോദിക്കാത്ത കാര്യം, ഞാൻ സെമിനാറിൽ പഠിക്കുമ്പോ നമ്മള് ഈ ക്രിട്ടിക്കൽ സർമ്മമുണ്ട്. അപ്പോ അച്ഛന്മാരെ ഫ്രണ്ടിൽ കാണുമ്പോ അവരെ കൂടുതൽ പേടിയാണ്. ഞാൻ ആദ്യമൊക്കെ ഓർത്ത് അച്ഛന്മാരും ഇല്ലല്ലോ എന്നൊറ്റ ധാരണയില്ല, ദിനവശത്ത് മാത്രം ഉണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ വന്നത്. പക്ഷെ അച്ഛന്മാരെ നിരന്ന് കാണുമ്പോ ഒരു ചങ്കെടുപ്പുണ്ട്. എന്നാലും ഞാൻ അപ്പുറത്തോടെ നോക്കിക്കോളാം. അപ്പൊ പ്രിയപ്പെട്ടവരെ, രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹം പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: മണിമാളികളിലല്ല മണ്ണിൽ പണിയെടുക്കുന്നവരുടെ അടുക്കലാണ് ദൈവം വസിക്കുന്നത്. മണിമാളികയിലല്ല മണ്ണിൽ പണിയെടുക്കുന്നവരുടെ അടുക്കലാണ് ദൈവം വസിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എളിമയുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ ദൈവം അവിടെ ഇറങ്ങി വരും. അതുകൊണ്ടാണ് താഴ്ന്ന നിലത്തെ നീരോടു അവിടെ ദൈവം. ക്രിസ്ത്യാനികളുണ്ട്, എത്ര ക്രിസ്ത്യാനികളുണ്ട് നിങ്ങൾ എണ്ണിട്ടുണ്ടോ? നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുമായിരിക്കും ക്രിസ്ത്യൻ സെന്ററിലെ വിവിധ ദേവാലയങ്ങളിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം എടുക്കും. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ എന്റെ പള്ളിയിൽ ഒരു പെൺകൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞു: അച്ഛാ, ഞാൻ അടുത്ത ദിവസം നാട്ടിൽ പോവാണ്, എന്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടു, ഞാൻ നാട്ടിൽ പോകും. ബദൽ സമയം ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ചോദിച്ചു, ഞാൻ വന്നിട്ട് 1.5 വർഷമായി, ഞാൻ നിന്നെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല, അവിടെ നമ്മുടെ പള്ളി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു: അച്ഛാ, ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, പള്ളിയിലൊന്നും വരാൻ പറ്റിയിട്ടില്ല. അപ്പോഴും മനസ്സിലൊരു കുറ്റബോധം നടക്കുകയാണ്. കാര്യം ഇത്രയും കൂടിപ്പോയ 10 കിലോമീറ്റർ അപ്പുറയാണ് ഈ ഹോസ്പിറ്റലാണ്. കാര്യം ഇത്രയും കൂടിപ്പോയ 10 കിലോമീറ്റർ അപ്പുറയാണ് ഈ ഹോസ്പിറ്റല്. പക്ഷെ അവിടെ 3 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ കണ്ടെത്താൻ ഒരു പുരോഗതി എന്ന നിലയിൽ എനിക്ക് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് വലിയൊരു സങ്കടമായി മുമ്പിൽ നിന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നീ എന്താ എത്ര പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു പോകുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു: വെച്ചാ ഞങ്ങൾക്ക് ഒരു SP, നമുക്കറിയാലോ, നമ്മുടെ ഒരു എക്സാം എഴുതണം, എക്സാം പാസ്സായില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, വാലിഡിറ്റി തീർന്നു, തിരിച്ചു നാട്ടിൽ പോകണം. അങ്ങനെ ഈ പെൺകൊച്ച് സങ്കടപ്പെട്ട് തിരിച്ചു പോവാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, എനിക്ക് ആകെപ്പാടെ ചെയ്യാൻ പറ്റുന്നത് ജോലി തരാനൊന്നും എനിക്ക് പറ്റില്ല, പക്ഷെ എന്ത് ചെയ്യാം, എനിക്ക് പ്രാർത്ഥിക്കാം, നാട്ടിൽ നിനക്ക് ഒരു ജോലിയൊക്കെ റെഡിയാകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ കൊച്ചിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ശരിക്കും ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അറിയാത്ത ആളുകൾ, ഞാൻ ഈ കരോളിനൊക്കെ ഇടയ്ക്ക് പോകുമ്പോൾ ഞാൻ പല വ്യക്തികളെയും കാണും. അപ്പൊ കണ്ടപ്പോ അവർ പറഞ്ഞു, ഞങ്ങള് വർഷങ്ങളായിട്ട് സലാലയിലുണ്ട്, പക്ഷെ ഒരിക്കൽ പോലും പള്ളി വരാൻ സാധിച്ചിട്ടില്ല. കാരണം ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ തിരക്കാണ്. പല തിരക്ക് കാരണം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ പോകാൻ പറ്റിയില്ല. നാട്ടിൽ പോകുമ്പോഴാണ് ഞങ്ങൾക്കൊന്ന് പള്ളി പോവുക. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞു വന്നത്, മറ്റുള്ള ആവശ്യക്കാരനെ കണ്ടെത്താൻ
നമുക്ക് സാധിക്കണം. നമ്മളുടെ ചെറിയൊരു കൂട്ടായ്മയാണെന്ന് ചിന്തിക്കാതെ ഒരു വലിയ ലോകം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിനെ കൊടുക്കുന്നവരായി നമ്മൾ ഇറങ്ങണം. ആർക്കെല്ലാം ക്രിസ്തുവിനെ ആവശ്യമുണ്ടോ അവരിലെല്ലാം ക്രിസ്തുവിനെ പങ്കുവെക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഒരു സ്നേഹ ശാഠ്യം നമ്മുടെ മുമ്പിൽ ആവശ്യമാണ്. ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഒരിക്കലും ഒരു വേദന ഉണ്ടാക്കരുതെന്ന് നമ്മൾ തീരുമാനമെടുക്കണം. ഞാൻ കണ്ടുമുട്ടുന്ന ആളിൽ ഒരിക്കലും ഒരു വേദന ഉണ്ടാക്കാനായിട്ട് ഇടയാകരുത്. എന്റെ വാക്കോ എന്റെ പ്രവൃത്തിയോ എന്റെ ചിന്തകളോ ആരെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും സ്നേഹം വാരിക്കോരി കൊടുക്കാനാണ് ദൈവം ആഗ്രഹിക്കുക. നമുക്കറിയാം, നമ്മള് ഒരു കപ്പില് ചായ അല്ലെങ്കിൽ കപ്പ് നിറയെ ചായ കിട്ടണമെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യണം? ചായ ഒഴിക്കണം. ആ കപ്പിന്റെ അളവ് അല്ലെങ്കിൽ അതിന്റെ മേൽ വരെ ചായ വന്നാൽ അത് പിന്നെ നിറഞ്ഞങ്ങോട്ട് കവിയും എന്ന് പറയുന്ന പോലെ നമ്മുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നവർക്കെല്ലാം നമ്മുടെ സ്നേഹം കൊടുക്കും. നമ്മുടെ ഉള്ളിൽ വെറുപ്പാണെങ്കിലോ ഇഷ്ടക്കേടാണെങ്കിലോ നമ്മൾ കാണുന്നവർക്കെല്ലാം കൊടുക്കുന്നത്, അറിയാതെ കൊടുക്കുന്നത് ഈ വെറുപ്പായിരിക്കും. ഈ ക്രിസ്മസ് കാലഘട്ടം സ്നേഹത്തിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കാണുന്നവരിലൊക്കെ ദൈവസ്നേഹം പങ്കുവെക്കുവാൻ, പകരുവാനായിട്ട് നമുക്കിടയാകണം. ഒരു സ്നേഹശാഠ്യം ഞാൻ പറഞ്ഞു, മുമ്പിൽ വരുന്ന ഒരാളും നൊമ്പരപ്പെട്ടു പോകാനായിട്ട് പാടില്ലെന്നൊരു തീരുമാനം എടുക്കുക. ഇനി എന്തിന്റെ പേരാണെങ്കിലും